2 പതിറ്റാണ്ടുകളായി സഞ്ചാരയോഗ്യമായ ഒരു റോഡിനായി കാത്തിരിക്കുകയാണ് ആലപ്പുഴ രാമങ്കരി മണലാടിമുക്ക് നിവാസികൾ. ലക്ഷങ്ങൾ മുടക്കി ആരംഭിച്ച റോഡ് നിർമ്മാണം പാതി വഴിയിൽ അവസാനിച്ചതോടെ ദുരിതത്തിലായ പ്രദേശവാസികൾ പഞ്ചായത്ത് പടിക്കൽ സമരം നടത്താനുള്ള നീക്കത്തിലാണ്. റിപ്പോർട്ടിൽ 3.5 കിലോമീറ്ററിലേറെ ദൂരം വരുന്ന മണലാടിമുക്ക് ആറ്റുതീരം റോഡിന്റെ 2ഉം 3ഉം ഘട്ട നിർമ്മാണം മുടങ്ങിയിട്ട് 2 പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. 3 ഘട്ടമായി നിർമ്മാണം പൂർത്തീകരിച്ച് ടാർ ചെയ്ത് KSRTC ബസ് സർവീസ് ഉൾപ്പെടെ ആരംഭിക്കാൻ ആലോചനയിട്ടായിരുന്നു പദ്ധതിയുടെ തുടക്കം. എന്നാൽ 1000 മീറ്ററിൽ മെറ്റലിങ്ങും ടാറിങ്ങുമായി 1ാം ഘട്ടം മാത്രമാണ് പൂർത്തിയായത്. പിന്നീട് 1 ഇഞ്ച് പോലും പദ്ധതി മുന്നോട്ട് പോകാതെ വന്നതോടെ ആദ്യം മുടക്കിയ ലക്ഷക്കണക്കിന് രൂപയും പാഴായി. സത്യത്തിൽ ഇതിനൊരു നാഥനില്ലാത്ത റോഡാണ്. ഒത്തിരി കാലമായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടന്നിട്ട് ഒരു 18-ലെ വെള്ളപ്പൊക്കവും പിന്നാലെ വന്ന ചെറിയ വെള്ളപ്പൊക്കം കൂടെ കഴിഞ്ഞപ്പോഴേക്കും വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകാവുന്ന ഈ റോഡ് ഒന്നുകൂടെ തകർന്നില്ല. ഓട്ടോക്കാരന് അമിത കൂലി കൊടുത്താലും അവരുടെ വണ്ടി പോകുമെന്നും പറഞ്ഞുകൊണ്ട് വരുത്തേയില്ല. അത്യാവശ്യപ്പെട്ട ഒരു രോഗിയെ ആശുപത്രി കൊണ്ടുവന്ന് വൃത്തിയില്ല. അതുപോലെ തന്നെ ഈ വഴി കൂടെ പോയാണ് ആൾക്കാർ മുഴുവൻ വെള്ളം എടുക്കുന്നത്. ഈ പൊതു ടാപ്പുകളിലൊന്നും വെള്ളം കിട്ടാനില്ല. ആ വഴി പോയി വെള്ളം എടുക്കാനായിട്ട് അവനവൻ്റെ വണ്ടി ഇരുചക്ര വാഹനങ്ങൾ പോലും ഉരുട്ടിക്കൊണ്ട് പോകാൻ പറ്റാത്ത വിധം റോഡായി. 2ഉം 3ഉം വരുന്ന ഘട്ടങ്ങൾ ഏറ്റെടുക്കാൻ കരാറുകാരും രംഗത്ത് വരാതിരുന്നതാണ് തടസ്സമായത്. ഇതിനിടെ പല പ്രാവശ്യമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിർമ്മാണം പൂർത്തിയായ ഭാഗം കുണ്ടും കുഴിയുമായി മാറി. രാമങ്കരി പഞ്ചായത്തിലെ ഏറ്റവും അവികസിതമായ വാർഡുകളിലൊന്നായ മണലാടിയിലെ 100 കണക്കിന് വരുന്ന ആളുകളുടെ പ്രധാന പ്രതീക്ഷയായിരുന്നു ഈ റോഡ്. ഇതുവഴി കാൽനടയാത്ര പോലും ഇപ്പോൾ ദുരിതമായി മാറി. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലും ഓട്ടം വരാൻ മടിക്കുന്നു. റോഡിന്റെ പൂർത്തീകരണത്തിനായി പഞ്ചായത്ത് പടിക്കൽ സമരം നടത്താനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, ആലപ്പുഴ. കാൽനട യാത്രക്കാർക്ക് പോലും ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ നോക്കാം. ഇതിപ്പം ഒരു തരത്തിൽ വണ്ടിയും കൊണ്ട് പോകാൻ മേലാത്ത നിലയിലാണ് ഇതിപ്പം നിലവിലുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ടെൻഡർ വീണ്ടും വിളിച്ച് പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികാരികൾ ചെയ്യണമെന്നാണ് നാട്ടുകാരെന്നുള്ള നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കുകയാണ്. നാട്ടുകാരൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മനസ്സിലായിക്കൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നത്. അപ്പം സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതിന് ഫണ്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായും അതിൻ്റെ സാങ്കേതിക പരിപാടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയിൽ അധികം കഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങൾക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഒരു 10-30 രൂപ അഡീഷണൽ കൊടുക്കണം. എന്നാലും സ്ഥിരമായിട്ട് പരിചയമുള്ളവരേ വരുള്ളൂ. ആ ഒരു രോഗിയെ കൊണ്ട് പോകാൻ പോലും വരികയില്ല. അതാണ് ഈ റോഡിൻ്റെ അവസ്ഥ.